ഒരുപാട് പേര് വിടുന്നുണ്ട്, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോ കോള്. അതുപോലെ തന്നെ ഇങ്ങനെ കാഴ്ച കാണാനായിട്ട് ഇരിക്കുന്നവരുണ്ട്. ഇതൊരു വെറൈറ്റി സൈക്കിള്, അതെല്ലാം ഓൾട്ടർ ചെയ്ത് PVC പൈപ്പും ഒക്കെ വെച്ച് ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജോലിയുടെ ഒക്കെ ഇടയിൽ നമ്മളൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഇതിനു മുമ്പ് നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ ഹൈലൈറ്റ്സ് നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാലും ഇത്തവണ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമത്തിലാണ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. യൂഷ്വലി നമ്മളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് ചാർട്ട് ചെയ്ത് വരുന്നതാണ്. സോ അതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ പോകുന്നത്. ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വെബ് ഇൻ കൊച്ചിൻ ആൻഡ് കൊച്ചിൻ റിതം ബോയ്സ്. സോ നമുക്ക് ഇന്നത്തെ ഈ ഒരു കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ കടലൊക്കെ ഒരുപാട് കയറി നിൽക്കുന്നൊരു അവസ്ഥയാണ്. മുമ്പൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നൊരു കാഴ്ച കാണാമായിരുന്നു, ഇപ്പോൾ അതില്ല. സോ ഇവിടെയൊക്കെ ഇറങ്ങുന്നവർ വളരെയധികം സൂക്ഷിക്കുക. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങുകയാണ്. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. യൂഷ്വലി ഇവിടുത്തെ തിരക്ക് വരുമ്പം 5:30-6 മണിയൊക്കെ ആകും. ഇപ്പം എല്ലാവരും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും നമുക്ക് സായാഹ്നങ്ങളിൽ ചിലവഴിക്കാൻ സാധിക്കുന്ന നല്ലൊരിടമാണ് ഫോർട്ട് കൊച്ചി ബീച്ച് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ കടൽ പല ഭാഗങ്ങളിലും കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കുക. അപകടങ്ങൾക്കുള്ള സാധ്യത വളരെ ഏറെയാണ്. സോ നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ മാത്രം കൈകളിലാണ്. എണ്ണക്കപ്പലിൻ്റെ ആ ഒരു ക്ലോസ് വ്യൂ ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഇത് കിട്ടാറില്ല. ഇന്നെന്തോ ഭാഗ്യത്തിന് ഒരു നിശ്ചലമായിട്ടുള്ള ആ ഒരു രൂപം നമ്മുടെ ഈ ഒരു ക്യാമറയുടെ കണ്ണുകളിലേക്ക് നമ്മൾ ഒപ്പിയെടുത്തിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പല ഭാഗങ്ങളിലും ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഫിഷിംഗ് ബോട്ട്സ് കാണാം. പല സ്ഥലങ്ങളിലും ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് അങ്ങ് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും കപ്പലുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഇത് നമുക്കൊരു സെൽഫി പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയുന്നത്. ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ മീൻ പിടിക്കാനും ഒക്കെ വരാറുണ്ട്. അത് വേറൊരു വശം. പക്ഷേ ഇവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം സേഫ്റ്റി നമ്മൾ കരുതി വേണം. കാരണം കടലാണ്. എങ്ങാനും തെന്നിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അപകടങ്ങൾക്കുള്ള സാധ്യതയേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു സെൽഫി പോയിന്റ്, അവിടെ ഞാൻ ഈ നിൽക്കുന്നത്. ബാക്കിലെ കടൽ, എൻ്റെ ഇടതും വലതും കടൽ തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഏരിയ ഉണ്ട്. നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വീതി കുറവാണ്. നമ്മൾ ബാക്കിലേക്ക് പോകുന്തോറും ഈ ഒരു ടൈലെല്ലാം ഇളകി തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അപകടങ്ങളുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാനും പറ്റിയ ഒരു ഇടമാണ് ഞാനീ നിൽക്കുന്നത്. വല്ലാർപാടം ടെർമിനലിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ഇതിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീണ്ടും നമ്മുടെ ഈ ഒരു മനോഹരമായ ഈ ഒരു വാക്ക്വേയിലൂടെ നമുക്ക് പോകാം. പല സ്ഥലങ്ങളും നോക്കിക്കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ ഒരു പാത്വേയിലൂടെ പോകുമ്പോൾ കാണുന്നത്. അതനുസരിച്ച് എല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഡസ്റ്റ്ബിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ മുമ്പോട്ടേക്ക് പോവുകയാണ്. നമ്മൾ ഈ ഒരു പാത്വേയിലൂടെ പോകുമ്പോൾ നമുക്ക് മറ്റൊരു സെൽഫി പോയിന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്ന സമയത്ത് 1-2 പേരൊക്കെ മീൻ പിടിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് അവിടെ നിന്ന് പോയി നോക്കാം, ഇനി വല്ലതും കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്നറിയാം. മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഇങ്ങനെ അങ്ങിങ്ങായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെൽഫി പോയിന്റിലെ നമ്മൾ ആദ്യം നമ്മുടെ ക്യാമറയിലേക്ക് കിട്ടിയ ഒരു കാഴ്ചയാണിത്. ഒരു വള്ളത്തിനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്.
നമുക്കെന്തായാലും ഇവിടുത്തെ കൂടുതൽ കാഴ്ച നമുക്കൊന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആളുകൾ ചൂണ്ടയൊക്കെ ഇടാനായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്കൊന്ന് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ നിന്നുണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോ കോള്. അതുപോലെ തന്നെ ഇങ്ങനെ കാഴ്ച കാണാനായിട്ട് ഇരിക്കുന്നവരുണ്ട്. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂണ്ടയൊക്കെ ഇട്ട് ഇങ്ങനെ 2-3 പേര് ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നറിയില്ല. മീനിൻ്റെ കുടലാന്ന് തോന്നുന്നു ഇതിൽ ചൂണ്ടയിൽ കോർത്തിട്ടേക്കുന്നത്. എന്തായാലും നമ്മളിങ്ങനെ നോക്കുകയാണ്. ചൂണ്ട അവരിങ്ങനെ എറിയാൻ പോവുകയാണ്. എന്നാലും ഒന്ന് നോക്കാം. വീണ്ടും നമ്മുടെ ആ ഒരു പാതയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, നമ്മളൊരു മനോഹരമായ ഒരു സായാഹ്നം നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. എന്താ പറയുക, ആ ഒരു ഭംഗി, ചീവീടിൻ്റെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കാം ഇതിൻ്റെ ഇടയ്ക്കൊണ്ട്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ബീച്ചിൻ്റെ ഈ ഒരു ഓരങ്ങളിൽ പല സ്ഥലങ്ങളിലും പല കച്ചവടങ്ങൾ, ചെറിയ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം നമുക്ക് കാണാൻ സാധിക്കുക. വീണ്ടും നമ്മൾ ആ പാത്വേയിലൂടെ പോകുമ്പോൾ നമുക്ക് നല്ല വെയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്ക് ആ ഒരു ഭംഗികളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകാം. പഴയകാല കെട്ടിടങ്ങളും ക്വാർട്ടേഴ്സുകളും ഒക്കെ ഇവിടെ കാണാം. ബട്ട് നമുക്കിവിടെ ആക്സസ് ഇല്ല. നമുക്ക് പുറമേ നിന്ന് കാണാനുള്ള ഒരു നിർവാഹമേ ഉള്ളൂ. എന്തായാലും നമുക്ക് വീണ്ടും നമ്മുടെ കാഴ്ചയിലേക്ക് തന്നെ പോകാം. ഇത് ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയ എന്ന് പറയാം. ഇവിടെ നമുക്ക് പല ടൈപ്പ് ബിരിയാണികളുണ്ട്. അതുപോലെ തന്നെ കൂടുതലും ഇവിടെ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ചായ, കോഫി, സാൻഡ്വിച്ച്, ബർഗർ, അങ്ങനെ തുടങ്ങി കുറേ സാധനങ്ങളുടെ ഒരു ഫുഡ് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. ഒരിക്കൽ നമ്മൾ ചിത്രീകരിച്ച സമയത്ത് ഇവിടെ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇത് പിന്നീട് ഓരോ പ്രാവശ്യത്തെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ മൂലം ഇതെല്ലാം പൊളിഞ്ഞു പോയൊരവസ്ഥയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ ചാനലിലെ ആദ്യകാല വീഡിയോസിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഷൂട്ട് ചെയ്തേക്കാം. അപ്പം ആ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇതൊരു വെറൈറ്റി സൈക്കിള്, അതെല്ലാം ഓൾട്ടർ ചെയ്ത് PVC പൈപ്പും ഒക്കെ വെച്ച് വളരെ ഒരു എന്താ പറയുക, ഒരു രാജകീയമായിട്ടുള്ള രീതിയിൽ ഈ ഒരു സൈക്കിളിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരിക്കൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ വർഷങ്ങൾ ചെല്ലുന്തോറും ഓർമ്മകളായിട്ട് മാറുകയാണ്. കാരണം എല്ലാം അതനുസരിച്ചിട്ട് ഉള്ള രീതിയിലെല്ലാം അതിൻ്റെ ഓരോ അവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതും ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. എന്നിരുന്നാലും അതിൻ്റെയൊക്കെ ഒരു അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ ബാക്കി നിൽക്കുകയാണ്. ഇത് ബോയിലേഴ്സ് എന്ന് പറയും. അതായത് ഇവിടെ എഴുതിയിരിക്കുന്നത് സ്റ്റീം ബോയിലേഴ്സ് ഓഫ് ദ ക്രെയിൻസ് യൂസ്ഡ് ഇൻ കൊച്ചിൻ ഡ്രൈ ഡോക്ക് for 20 years from 1956. It used coke, coal and firewood as fuel. അതായത് കോക്ക്, അതുപോലെ തന്നെ കൽക്കരി, ഫയർവുഡ് ഒക്കെ ആയിട്ടാണ് ഇന്ധനമായിട്ട് യൂസ് ചെയ്തിരുന്നത്. ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ബോയിലേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. സ്റ്റീം ബോയിലേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്റ്റീം ബോയിലേഴ്സ് ഓഫ് ദ ക്രെയിൻസ് യൂസ്ഡ് ഇൻ കൊച്ചിൻ ഡ്രൈ ഡോക്ക് ഫോർ 20 years from 1956 മുതൽ 20 years വരെ ഇത് യൂസ് ചെയ്തിരുന്നു. കോക്ക്, അതുപോലെ തന്നെ കോൾ, ഫയർവുഡ് ഒക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത് ഫ്യൂവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോട്ടബിൾ യൂസ് ഓഫ് ദീസ് ട്രെയിൻസ് ഇൻക്ലൂഡഡ് അറ്റൻഡിങ് ദ ആനുവൽ റിപ്പയർസ് ഓഫ് ഡ്രഡ്ജർ, ലോർഡ് വെല്ലിംഗ്ടൺ ആൻഡ് ലേഡി വെല്ലിംഗ്ടൺ. എന്താണെന്ന് പറഞ്ഞാൽ ഇത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ ഭാഗമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്ന ഒരു പ്രൊജക്റ്റാണിത്. സോ ഇത് ഫോർ ഇയേഴ്സ് ഇത് വെൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒന്നാണ്. നമ്മൾ നോക്കുമ്പം തുരുമ്പൊക്കെ ഉണ്ട്, എങ്കിലും ഇത് ഇവിടുത്തെ വൺ ഓഫ് ദ മേജർ ഹൈലൈറ്റ് ആണ്. ഇത് മാത്രമല്ല, എൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്ന ബോയിലേഴ്സും, അത് ചെറുതും വലുതുമായിട്ടുള്ള ബോയിലേഴ്സ്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ പോയിന്റിലേക്ക് എത്തിയിരിക്കുക. ഇതൊരു സെൽഫി പോയിന്റ് തന്നെയാണ്. ഇവിടെ അധികം തിരക്കില്ല, പക്ഷേ ഇവിടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചീനവലയാണ്. നമ്മൾ ഈ ഒരു സമയത്ത് വരുമ്പം
ഒന്നും കാണില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെയും കാണാനില്ല. എന്നാലും ഈ ഒരു ഭാഗത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ചീനവല തന്നെയാണ്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഏകദേശം 4ഓളം വലകൾ ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നുണ്ട്. 5 ഉണ്ടെന്നാണ് ഓർമ്മ. എന്തായാലും ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കരകൗശല വസ്തുക്കളുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഈ ഒരു വാക്ക് വേയിലൂടെ തന്നെ പോവുകയാണ്. നമ്മൾ നേരത്തെ പോയ വാക്ക് വേയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഒരു തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. പക്ഷേ ഇത്തവണ നമ്മൾ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. ഒരു സസ്പെൻസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്രാവശ്യം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഒരു തരാമെന്ന് പറഞ്ഞിരുന്നു. സോ ആ ഒരു സ്പെഷ്യൽ ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയണില്ല. നമ്മൾ അല്പസമയത്തിനുള്ളിൽ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലം അത് ഓപ്പറേഷണലാണോ എന്ന് പോലും അറിയില്ല. ബിക്കോസ് ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ പോകുന്നതിന് മുന്നോടിയായിട്ട് ആരും വിളിച്ചു ചോദിക്കുകയും ചെയ്തിട്ടില്ല. എങ്കിലും അത് ഓപ്പണാണ് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് പോകാം. യെസ്, അപ്പം നമ്മളെ കാത്തിരുന്ന ആ ഒരു സർപ്രൈസ് ഇവിടെ നമ്മൾ റിവീൽ ചെയ്യുകയാണ്. ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷൻ. യെസ്, നമ്മളിനി ഇവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിനി ഒരു അല്പ സമയം നമുക്ക് ആ ഒരു കായലിലെ ആ ഒരു മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് തിരികെ നമുക്ക് ഇവിടേക്ക് വരാം. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി വന്ന സമയത്ത് ബോട്ടൊന്നും വിട്ടുപോയി. സോ അടുത്ത ബോട്ട് എന്ന് പറയുന്നത് 5 മണിയാണ്. സോ അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മുടെ ചുറ്റിൽ നിന്ന് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മുമ്പിൽ ഒരുപാട് ആളുകൾ അവരുടെ ഫോണിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലെ കൂടെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാം. എന്തായാലും നല്ലൊരു കാഴ്ചയിലേക്ക് നമ്മൾ ഇപ്പോൾ കൊണ്ട് പോവുകയാണ്. ക്ലോസ് വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാർഗോസ് ഇവിടെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഫ്ലാറ്റ് സമുച്ചയങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ നോർമൽ ബോട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പഠിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് ഉള്ളൊരു യാത്ര ഒരു വാട്ടർ മെട്രോ പ്രദാനം ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ പോയ സമയത്ത് കുറച്ച് വെയിലുണ്ടായിരുന്നു. അതൊഴിച്ചാൽ എന്തുകൊണ്ടും സുഖകരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് വാട്ടർ മെട്രോയിലേത്. എന്തായാലും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് ഇനി കുറച്ച് മിനിറ്റുകൾ മതി നമ്മൾ എത്തുകയാണ്. നമ്മുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇനി ഇവിടെ നിന്ന് ഇറങ്ങുക, വീണ്ടും അടുത്ത ബോട്ട് പിടിച്ച് തിരിച്ച് ഫോർട്ട് കൊച്ചിക്ക് വരിക എന്നുള്ളതാണ്. ധാരാളം യാത്രക്കാർ ഈ ഒരു ബോട്ടിലുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇനി ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഹൈക്കോർട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. നമ്മുടെ ബോൾഗാട്ടി പാലസാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബോൾഗാട്ടി പാലസ്, ഗ്രാൻഡ് ഹയാത്ത് തുടങ്ങിയിട്ടുള്ള ബിൽഡിങ്സൊക്കെ കാണാം. ഇപ്പോൾ നമ്മളിനി ഫോർട്ട് കൊച്ചിക്കുള്ള യാത്രയിലേക്കാണ്. നമ്മൾ ബോട്ട് തിരിഞ്ഞ് ഓരോ വശീകരണം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അസ്തമനത്തിൻ്റെ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ
ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലുള്ള ബോർഡൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പങ്കുവച്ച ഇന്നത്തെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. എന്തായാലും ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം യൂട്യൂബിലാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നതാണ്. ഞങ്ങളുടെ മുൻ വീഡിയോസ് എല്ലാം തന്നെ brightnavigator.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയും പഴയ വീഡിയോസൊക്കെ കാണുകയും ചെയ്യാം. ഞങ്ങൾ ഈ നാളുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിലും നല്ല രീതിയിലുള്ള പോസിറ്റീവ് ഫീഡ്ബാക്ക്സ് ലഭിക്കുന്നുണ്ട്. കുറച്ച് വിമർശനങ്ങളുണ്ട്, എങ്കിലും നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കുകയും അത് കറക്റ്റ് ചെയ്യാൻ വരികയാണ്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കാണ് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ ആൻഡ് കൊച്ചിൻ റിതം വോയിസ്.